بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بالله أما بعد പ്രിയ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിൽ പ്രവേശിക്കാൻ നമ്മെ അനുഗ്രഹിച്ചു. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി ആ ദുൽഹിജ്ജ മാസത്തിൽ ഉത്കൃഷ്ടമായ ദിനങ്ങളെ രാപകലുകൾ വ്യത്യാസമില്ലാതെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ ആദ്യ 10 ദിനരാത്രികളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ പെരുന്നാൾ സുദിനത്തിൽ ഹജ്ജിന് പോകാത്ത നാം നൽകേണ്ട ഉദഹിയത്തിനെ കുറിച്ച് നമുക്കറിയാം. ആ ഉദഹിയത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നവർ നഖം, രോമം, പല്ല് തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കാതിരിക്കുക. ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദുൽഹിജ്ജ 10-ന് ഉദഹിയത്ത് നൽകാൻ 10-നോ 11-നോ 12-നോ 13-നോ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് 13 വരെ ഉദഹിയത്ത് നൽകാം. ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ദുൽഹിജ്ജ 10, 11, 12. അപ്പൊ ഈ ഉദഹിയത്ത് നൽകുന്ന ആ ബലികർമ്മം നൽകുന്ന അവസരത്തിന് മുമ്പ് ഈ നഖങ്ങളൊക്കെ നീക്കാതിരിക്കണം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഉദഹിയത്ത് കർമ്മത്തിന് ശരീരങ്ങളിലെ എല്ലാ ഭാഗങ്ങളും എല്ലാ അവയവങ്ങളും അതിൽ ഭാഗമാക്കാകാൻ വേണ്ടിയാണ്. പാപമോചനത്തിലും നരകമോചനത്തിലും ഈ അവയവങ്ങളെല്ലാം ഉൾപ്പെടണം. അതിനു വേണ്ടിയാണ്. അത് ശ്രദ്ധിക്കണം. രണ്ടാമതായി, ആട്, മാട്, ഒട്ടകങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒട്ടകങ്ങളില്ല. ആട്, മാട് ഇവകൾ മാടിൽപ്പെട്ടതാണ്. പശു, കാള, പോത്ത്, എരുമയല്ല. അപ്പം ഈ ആടിനെ, മാടിനെ, കാളയെ, പശുവിനെ, പോത്തിനെ, എരുമയെയൊക്കെ കാണുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെ കാണുകയോ അതിൻ്റെ കരച്ചിൽ കേൾക്കുകയോ ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം പറയുക. മൃഗങ്ങളെ കാണുമ്പോൾ, ഉദഹിയത്ത് മൃഗങ്ങളെ എന്നല്ല, ഏത് മൃഗങ്ങളെയും കാണുമ്പോൾ അല്ലെങ്കിൽ അവയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം പറയും. പിന്നെ ദുൽഹിജ്ജ 1-ാം രാവ് മുതൽ നാം പതിവാക്കേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ ഫജ്ർ. വൽ ഫജ്രി വലയാലിൻ അശർ വശഫ്ഇ വൽ വതർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ പാരായണം ചെയ്യുക. അതോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് 200 പ്രാവശ്യം ചൊല്ലുക. ഇതെല്ലാം ഫിഖഹിന്റെ കിതാബുകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഫത്ഹുൽ മുഈൻ പോലുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ആദ്യ 10-ലെ ഓരോ ദിനത്തിലും ദിക്റുകൾ 10 വീതം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഓരോ ദിനത്തിലും 10 പ്രാവശ്യം വീതം ചൊല്ലേണ്ട ചില ദിക്റുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹു അദദദ് ദുഹൂർ, ഒന്നാമതായിട്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു അദദദ് ദുഹൂർ. 2, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ. രണ്ടാമത്തെ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ. മൂന്നാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൻ നബാത്തി വശജർ. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൻ നബാത്തി വശജർ.
നാലാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ലംഹിൽ ഉയൂൻ. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ലംഹിൽ ഉയൂൻ. ആറാമതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ഖൈറുൻ മിമ്മാ യജ്മഊൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഖൈറുൻ മിമ്മാ യജ്മഊൻ. അടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു മിൻ യൗമിനാ ഹാദാ ഇലാ യൗമി യൻഫഖു ഫീഹി സൂർ. യൻഫഖു ഫിസ്സൂർ. ലാ ഇലാഹ ഇല്ലല്ലാഹു മിൻ യൗമിനാ ഹാദാ ഇലാ യൗമി യൻഫഖു ഫിസ്സൂർ. തബ്റാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഒന്നാമതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ദുഹൂർ. 2 ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ. 3 ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ നബാതി വശജർ. 4 ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൽ ഖത്രി വൽ മത്തർ. 5 ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ലംഹൽ ഉയൂൻ. 6 ലാ ഇലാഹ ഇല്ലല്ലാഹു ഖൈറുൻ മിമ്മാ യജ്മഊൻ. 7 ലാ ഇലാഹ ഇല്ലല്ലാഹു മിൻ യൗമിനാ ഹാദാ ഇലാ യൗമി യൻഫഖു ഫിസ്സൂർ. ഈ ദിക്റുകൾ 10 പ്രാവശ്യം വീതം ഓരോ ദിവസം ചൊല്ലുക. അടുത്തത് ഈ ആദ്യ 10 തന്നെ ഓരോ ദിനത്തിലും ചൊല്ലേണ്ട 5 ദിക്റുകളുണ്ട്. ഓരോ പ്രാവശ്യം കുറഞ്ഞപക്ഷം ഓരോ പ്രാവശ്യമെങ്കിലും ചൊല്ലുക. 1 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നാം ഒരു ദിക്റാണ്. അതുപോലെ രണ്ടാമത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ അഹദൻ സമദൻ ലം യത്തഖിദ് ലഹു സാഹിബതൻ വലാ വലദൻ. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ അഹദൻ സമദ ലം യത്തഖിദ് ലഹു സാഹിബത്തൻ വലാ വലദ. മൂന്നാമത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നാലാമതായിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 5 ഹസ്ബി അല്ലാഹു വകഫാ സമിഅ അല്ലാഹു ലിമൻ ദആ ലൈസ വറാ അല്ലാഹിൽ മുൻതഹ. ഹസ്ബി അല്ലാഹു വകഫാ സമിഅ അല്ലാഹു ലിമൻ ദആ ലൈസ വറാ അല്ലാഹിൽ മുൻതഹ. ഇത് ആദ്യപത്തിലെ ഓരോ ദിനത്തിലും ചൊല്ലേണ്ട ദിക്റുകളാണ്. ദിക്റുകൾ അധികരിപ്പിക്കാൻ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളിൽ ദിക്റുകൾ അധികരിപ്പിക്കാൻ വേണ്ടി മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മാമിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിനങ്ങൾ, അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ദിനങ്ങൾ. എന്തിന്? അമൽ ചെയ്യാൻ ഏറ്റവും പ്രിയങ്കരമായ ദിനങ്ങൾ, ഏറ്റവും അല്ലാഹുവിന് പ്രിയങ്കരമായതും അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയതുമായ ദിനങ്ങൾ ഈ 10 ദിനങ്ങളെക്കാളും വേറൊരു ദിനവുമില്ല. അപ്പോൾ ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനത്തെക്കാളും
അമലുകൾ ചെയ്യാൻ അള്ളാഹുവിന് പ്രിയങ്കരമായ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ മറ്റൊരു ദിനങ്ങളും തന്നെയില്ല. അതുകൊണ്ട് ഈ 10 ദിനങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കുക. തഹ്ലീൽ അധികരിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കുക. തക്ബീർ അധികരിപ്പിക്കുക, അല്ലാഹു അക്ബർ എന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. തഹ്മീദ് എന്താ തഹ്മീദ്? അൽഹംദുലില്ലാഹ്, എല്ലാ സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇങ്ങനെയുള്ള ദിക്റുകൾ അധികരിപ്പിക്കാൻ മഹാനെ നിബിധങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായതും അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരവുമായ ദിനങ്ങളിൽ അമലുകൾ ചെയ്യാൻ ഏറ്റവും പ്രിയങ്കരമായത് ഈ 10 ദിനങ്ങളാണ്. അതിൽ അധികരിപ്പിക്കേണ്ട ദിക്റുകൾ മഹാനെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു. അപ്പോൾ ഈ ദിനങ്ങളിൽ ദിക്റുകൾ അധികരിപ്പിക്കും. അതുപോലെ തന്നെ 1 മുതൽ 9 വരെ 9 ദിവസങ്ങൾ പിടിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രബലമായ സുന്നത്ത് 9 നോമ്പ് പിടിക്കുക, അറഫ നോമ്പ്, ദുൽഹജ്ജ് 9 നോമ്പാണ്. അതോടൊപ്പം അതിനോടടുത്ത സുന്നത്തിന്റെ സ്ഥാനമാണ് ദുൽഹജ്ജ 8. മുൻഗാമികളൊക്കെ ഹദീസുകളിൽ കാണാം, മുൻഗാമികളെല്ലാം ഈ 9 ദിവസം നോമ്പ് പിടിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ അതിന് സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക, ഇല്ലാത്തവർ ദുൽഹജ്ജ 8-നും 9-നും പിടിക്കാൻ കഴിയുക, അതിന് തയ്യാറാകുക. അതിനും സാധിക്കാത്തവർ 9-നെങ്കിലും നോമ്പ് പിടിക്കുക. ഏറ്റവും പ്രിയങ്കരമായ അമലാണ്, നോമ്പുകളിൽ ഉത്കൃഷ്ടമായ നോമ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി സൽക്രമങ്ങളിൽ വ്യാപൃതരാകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ ദുൽഹിജ്ജ 10 ദിനങ്ങളെ ആദരിക്കുന്നവരെ, ബഹുമാനിക്കുന്നവരെ, ആ ദിനങ്ങളോടുള്ള കടമകൾ, ആദരവ് മനസ്സിലാക്കി ഇബാദത്തുകളിൽ ധന്യരാകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധമുള്ളവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. റഹ്മാനുർ റഹീമായ തമ്പുരാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ മാറ്റി മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.